യുക്രൈനിൽ സമാധാനം ലഭിക്കുമെങ്കിൽ തൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചു. യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം റഷ്യ നടത്തിയെന്ന വാർത്തയുണ്ട്. ഒറ്റ രാത്രിയിൽ 200-ലധികം ഡ്രോൺ ആക്രമണമാണ് റഷ്യ നടത്തിയെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു അമേരിക്കയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് മധു. യഥാർത്ഥത്തിൽ സെലൻസ്കിക്ക് മതിയായും തോന്നുന്നു. ഇങ്ങനെയുണ്ടോ ഒരു യുദ്ധം? SKN കാര്യം അമേരിക്ക കൈവിടുമെന്നുള്ള ഒരു ധാരണയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഈ 3 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവരികയാണ്, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. ഇവിടെ നമുക്ക് യുക്രൈനും യൂറോപ്പും മറ്റൊരു പ്രമേയവും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുക്രൈൻ യൂറോപ്പ് പ്രമേയത്തെ അനുകൂലിക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭേദഗതി വരുവാണെങ്കിൽ അതിനെയും അനുകൂലിക്കരുതെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു വ്യതിയാനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അമേരിക്ക പറയുന്നത് ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ പ്രമേയം പാസ്സാക്കണമെന്നാണ്. അതേസമയം അമേരിക്ക പറയുന്നത് ഒരു വാചകം ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കത്തിൽ മരിച്ചവർക്ക് ആദരാജ്ഞികൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടനും അതുപോലെ 24 യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്സും കൊണ്ടുവരുന്ന പ്രമേയത്തിൽ പറയുന്നത് റഷ്യ ആക്രമിച്ചു എന്നാണ്. എന്നാൽ റഷ്യ ഇതിനെ സൈനിക ആക്രമണമായിട്ടാണ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയവും വരുന്നുണ്ട്. ഈ സുരക്ഷാ കൗൺസിലിലും 15 അംഗങ്ങളുള്ള ഒരു സുരക്ഷാ കൗൺസിലിലും ഈ ഒരു പ്രമേയം വരുന്നുണ്ട്. SKN 3-ാം വാർഷികത്തിൽ 267 ഡ്രോണുകളാണ് യുക്രൈനെതിരെ ഇന്നലെ രാത്രി റഷ്യ ഉപയോഗിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യ ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഇത്രയധികം ഉപയോഗിക്കുന്നത് ഇത് ആദ്യമാണെന്നും സെലൻസ്കി പറയുന്നു. ഇതിൽ 138 വെടിവെച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ യുക്രൈനിൽ സമാധാനം ലഭിക്കുമെങ്കിൽ, അതിന് ഉറപ്പുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കുവാൻ തയ്യാറാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സെലൻസ്കി വളരെ അസ്വസ്ഥനായിരുന്നു. സെലൻസ്കി പറയുന്നത് നേറ്റോയിൽ പകരം യുക്രൈൻ ഒരു മെമ്പർഷിപ്പ് ഉറപ്പ് നൽകിയാൽ മതിയെന്നാണ് പറയുന്നത്. തന്നെയുമല്ല, യുക്രൈന്റെ പ്രസിഡന്റ് ആയിട്ട് ദശാബ്ദങ്ങളായിട്ട് ഇരിക്കുവാൻ തനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ റഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും ഭരിക്കുവാൻ റഷ്യയെ അനുവദിക്കുകയുമില്ല. SKN ഇവിടെ ഓർക്കേണ്ടി, കഴിഞ്ഞ 3 വർഷമായിട്ട് പട്ടാള നിയമമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് യുക്രൈൻ ഭരണഘടന അനുസരിച്ച് നടക്കില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ജനങ്ങളുടെ അംഗീകാരമില്ലെന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പറഞ്ഞിരുന്നു. അമേരിക്ക ഇതുവരെ നൽകിയ സഹായത്തിന്, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടം നൽകിയ സൈനിക സാമ്പത്തിക സഹായത്തിന് $500 ബില്യൺ അപൂർവ ധാതുക്കൾ നൽകാമെന്നുള്ള കരാറിൽ യുക്രൈൻ ഒപ്പിട്ടാൽ മാത്രമേ ഇനി സഹായം നൽകൂന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ ഒരു 180 ഡിഗ്രിയിലുള്ള ഒരു തിരിവാണ് യുക്രൈനോടുള്ള സമീപനത്തിൽ. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.